want to do roles which are women centered. നമ്മളുടെ ഐഡൻറ്റിറ്റീസ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന കഥകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോൾ ഉണ്ടാക്കും. നമ്മൾ വിക്ടിം സ്കാൻഡൽ അങ്ങനത്തെ വാക്കുകളിൽ നിന്ന് സർവൈവർ, റിയൽ ഇഷ്യൂസ് അങ്ങനെ അവിടെ വന്നു. ഐ റിയലി ലൈക്ക് ഹർ. എനിക്ക് പിന്നെ അവളുടെ ആ കണ്ണന് കാണുമ്പോൾ ഇഷ്ടം, ആ ഒരു ബൾബ് പോലെ ഞാനിങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി സിംഗിൾ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കരൺ ജോഹർ പോലെ ആയിരുന്നു ലവ്. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഓക്കെ, പിന്നെ സെക്കൻഡ് ഡേറ്റിൽ കല്യാണം കഴിക്കാമോ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായിക പത്മപ്രിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖങ്ങളൊക്കെ തന്നെയാണോ? സുഖമാണ്. അമൃതൊക്കെ എങ്ങനെയുണ്ട്? സുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. തെക്കൻ തല്ല് പറഞ്ഞ്, തെക്കൻ പ്രണയം പറഞ്ഞ്, തെക്കൻ ഭാഷ പറഞ്ഞ സിനിമ. തെക്കൻ തല്ലിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തെക്കൻ തല്ലിൻ്റെ വിശേഷം പറഞ്ഞാൽ ഓണത്തിൽ പറയുന്ന ഒരു സിനിമ ആയിരുന്നു. 8th റിലീസായത്. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് ഐ ഡോണ്ട് നോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു. സോ ഐ ഹോപ്പ് ദി ഓഡിയൻസ് ലൈക്സ് ഇറ്റ്. അതാണ് ഇപ്പോഴത്തെ വിശേഷം തെക്കൻ തല്ലിൻ്റെ. തിരിച്ചു വരവിന് ശേഷം രുക്മിണിയായിട്ടാണ് നമ്മൾ കാണുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന രുക്മിണിയായിട്ടാണ്. എങ്ങനെയാണ് രുക്മിണി ആയത്? സിനിമയിലെ തിരിച്ച് ഫുൾ ടൈം ആയിട്ട് ചെയ്യേണ്ട ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്തിലാണ് ശ്രീജിത്ത് തെക്കൻ തല്ല് കേസിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ടുവന്നത്. ആൻഡ് ഐ വാസ് സൂപ്പർ. അതിൻ്റെ കൂടെ 2-3 സാധനങ്ങൾ വന്നു. സംടൈംസ് ദ യൂണിവേഴ്സ് കൺസ്പയർസ് ദറ്റ് യു വാണ്ട് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്, ദെൻ സംഹൗ അങ്ങനത്തെ ചില സാധനങ്ങൾ അങ്ങനെ വന്ന് നിൽക്കും നമ്മുടെ മുമ്പിൽ. രുക്മിണി വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ബിക്കോസ് എനിക്ക് ആ കഥാപാത്രം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ അമ്മൂമ്മയാണ് ഓർമ്മ പറഞ്ഞത്. ഷീസ് ലൈക്ക് ദിസ് എക്സ്ട്രീംലി സ്ട്രോങ് പേഴ്സൺ. ഭയങ്കര അവളുടെ വാല്യൂസും ഉണ്ടാവും. മറ്റവരെന്താ പറയുമോ അതൊന്നും കേൾക്കില്ല. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് അതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഷീൽ ബി വെരി കോൺട്രഡിക്ടറി ടു ദാറ്റ്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, ബിക്കോസ് ആ സമയത്തിൽ ആ കറ്റകാലത്തിൽ എസ്പെഷ്യലി 70s 80s ഐഡിയ ഓഫ് ഓണറിന് പറയുന്ന സംഭവം വാസ് വെരി വെരി ബിഗ്. മറ്റു ആൾക്കാർ എന്താ പറയണേ നമ്മളെ കുറിച്ച്. സോ എത്രത്തോളം ഷീ ഈസ് അൺഎഫക്റ്റഡ് ബൈ ദാറ്റ് ഐഡിയ, അത്രത്തോളം കോൺട്രഡിക്ടറിലി ഈ സൊസൈറ്റി നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളുണ്ടാവില്ല. ഇത് കൈൻഡ് ഓഫ് പുൾ യു ഇൻ ടു യുവർ സ്പേസ്. സോ അങ്ങനത്തെ ഒരു നല്ല ഒരു കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു സ്ത്രീയാണ്. കൃത്യമായിട്ട് ഇത് തന്നെയാണ് ഒരു സ്ട്രോങ് വുമൺ എന്ന് പറയുന്നവർക്ക് രുക്മിണിയില്ല. ഷീ ഈസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഷീ വാണ്ട്സ്. എൻ്റെ അമ്മൂമ്മ അങ്ങനെയാണ്. എനിക്ക് വന്ന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് വേറെ റെഫറൻസിന് വേറെ ആളെ തേടി പോകേണ്ടി വന്നില്ല. ഇല്ല, ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ അവർ ഗ്രാൻഡ് മദേഴ്സ് വെയർ. ദേ വർ വെരി സ്ട്രോങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ വർ വെരി ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാവില്ല. ലൈക്ക് ദേ വർ നോട്ട് എംപവേർഡ് ഫുള്ളി, ബട്ട് ദേ വർ വെരി സ്ട്രോങ്, യുനോ. ആൻഡ് അത് പറഞ്ഞത് ഒരു സ്പേസ് ഓഫ് ലവും ഒരു സ്പേസ് ഓഫ് ട്രസ്റ്റും ഇഷ്ടവും അതിൻ്റെ ഒരു റെസ്പെക്റ്റും മര്യാദയും അതിൻ്റെ ഒരു സ്ഥലത്തിൽ നിന്ന് വരുന്ന സംഭവമാണ്. സോ ഫോർ മീ റീലിവിങ് രുക്മിണി വാസ് ആക്ച്വലി എക്സ്പ്ലോറിങ് ഓൾ ഓഫ് ദിസ്. ബിജുമേനൻ ക്യാരക്ടറായിട്ടുള്ള പോലെ തന്നെയാണ് നിമിഷയായിട്ട്. ഭയങ്കര ഇൻറ്റിമസി നമുക്ക് ഫീൽ ചെയ്യാം. ആ ട്രെയിലറിൽ നിന്നെ നല്ല മണം ഡയലോഗ്സ് ഭയങ്കര അട്രാക്റ്റീവാണ്. നിമിഷമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ആ വാസന്തി രുക്മിണി കോംബോ. ആക്ച്വലി വെൻ എനിക്ക് ശ്രീജിത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഇതാണ് വാസന്തി ആരാണ് ചെയ്യാൻ പോകുന്നത്? ആൻഡ് ഹി സെഡ്, ഞാൻ അമ്മണി ആരാണെന്ന് ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ വാസന്തി ആരാണെന്ന് ചോദിച്ചത്. ബിക്കോസ് ഇറ്റ്സ് വെരി യുണീക്ക്. നോ, ഐ എം നോട്ട് സേ അമ്മണിയാണ് ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് അറിയായിരുന്നു ബിജുവേട്ടനാണെന്ന്. ബട്ട് വാസന്തി നിമിഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് അവളുടെ ആദ്യത്തെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ പടം കണ്ടപ്പോൾ എനിക്ക് ഇവളോട് അഭിനയിക്കണമെന്ന് തോന്നി. And with some actors you feel that, no, you feel like I want to work with them. So I was very excited to say these lines with that co-actor. And Nimisha അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര നല്ല സ്പോർട്ടീവ്. I don't know, people say that അവളുടെ സിനിമ അങ്ങനെ ചിരിക്കില്ല എന്നൊക്കെ, പക്ഷെ ഭയങ്കര ചിരിച്ച ഒരു പെണ്ണാണ് അവൾ. ഷീസ് ലൈക്ക് വെരി ലൈവ്ലി ഓൺ സെറ്റ്സ്, ബ്രിങ്സ് എ ലോട്ട് ഓഫ് എനർജി. നമ്മൾ വൺ ഓഫ് ദ ഫസ്റ്റ് സീക്വൻസസ് ആയിരുന്നു അത്. ഞാൻ സിനിമ സെറ്റിൽ ജോയിൻ ചെയ്ത ശേഷം ചേച്ചിക്ക് നല്ല മണമുണ്ടല്ലോ. ആ സീൻ ആക്ച്വലി വാസ് ആ ഫസ്റ്റ് സീക്വൻസ്. സംഹൗ വർക്കിംഗ് വിത്ത് നിമിഷ വാസ് വെരി നാച്ചുറൽ. ഇറ്റ് സീംഡ് ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഐ ഹാവ് ലൈക്ക് വെരി സ്ട്രോങ് മെമ്മറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓഫ് വർക്കിംഗ് വിത്ത് നിമിഷ. ആൻഡ് ഐ വുഡ് ലവ് ടു കീപ് വർക്കിംഗ് വിത്ത് ഹർ.
നിമിഷയോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ചെയ്യാൻ തോന്നി, ആഗ്രഹം തോന്നിയിരുന്നു? I told her that I really like her. എനിക്ക് പിന്നെ അവളുടെ കണ്ണെനിക്ക് നല്ല ഇഷ്ടമാണ്, ആ ഒരു ബൾബ് പോലെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. And there are like these very intimate scenes, no? Especially നമ്മുടെ പടത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ അടുത്ത് വരുമ്പോൾ there is these sequences between നിമിഷ and my character, വാസന്തിയും രുക്മിണിയുടെ ഇടയിൽ. ഞാൻ അവളുടെ കണ്ടു നോക്കുമ്പോൾ എനിക്ക് തന്നതാണെ കരച്ചിലും സ്നേഹവും വൾണറബിലിറ്റിയും എല്ലാം വരും. So that kind of a power she has as an actor and as a person. പിന്നെയും വർക്ക് ചെയ്താൽ I would be like still like that with her. She's like that, very awe-inspiring actor. മലയാളികൾ ഏറ്റെടുത്ത് അങ്ങ് പീക്കി നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നിന്നൊരു ഓട്ടം, പിന്നെ അതേപോലെ ഒരു ഒറ്റ ഓട്ടത്തിൽ തിരിച്ചു വന്നു. ശരിക്കും എവിടെയാണ് പോയിരുന്നത്? I wanted a break from public life. ഞാൻ പബ്ലിക് ലൈഫിൽ ജീവിച്ച ഒരാളേ ഇല്ല. വന്ന് എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ നിന്ന് പോയതാണത്. ആക്ടിങ് വാസ് നോട്ട് എ ചോസൺ പ്രൊഫഷൻ ഫോർ മീ. അപ്പോൾ ഈ ഒരു 10 വർഷം ഇവിടെ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ചെയ്ത് ഒരു പബ്ലിക് സ്പേസിൽ ഉണ്ടായിട്ട് I wanted to like be in an invisible space. So secondly, നമ്മൾ എന്ത് ചെയ്താലും I would never like you would get very good characters, you got a lot of awards, all of that, but I still felt that what more? And so I wanted to explore life, and I'm very young, so I had that option of doing that, and അതാണ് എൻ്റെ ലോജിക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യും അല്ലേ? If you don't do it at time when you have to live life as it is today. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുമ്പോൾ ഞാൻ പഴശ്ശി ചെയ്യുന്ന സമയത്തിൽ I was doing environmental law from National Law School. അതിന് കൂടെ ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കുറച്ച് കേട്ടു, കുറച്ച് അവിടുത്തെ ട്രൈബൽസോടൊക്കെ ജീവിച്ചപ്പോൾ I thought I wanted to study this further. So I applied to universities in the US. I fortunately got a scholarship also. And I went and I studied for 2 years. During my first year, I met my now husband, who was then boyfriend. അതിൻ്റെ ഇടയിൽ I always wanted to be single. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കരൺ ജോഹർ പോലെ ആയിരുന്നു ലവ്. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഓക്കെ, പിന്നെ സെക്കൻഡ് ഡേറ്റിൽ കല്യാണം കഴിക്കാമോ പറഞ്ഞിട്ട് പിന്നെ ലിറ്ററലി ദ സെക്കൻഡ് ഡേറ്റ് വി കോൾഡ് അവർ പേരൻറ്റ്സ് ആൻഡ് സെഡ് ലിസൺ. പിന്നെ അവർ വേറെ ഫാമിലിയാണ്, ലൈക്ക് ഹീസ് എ ജൈൻ, ഡിഫറെൻറ്റ് റിലിജൻ, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഗുജറാത്തിയാണ്. അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫാമിലി? അല്ല, രണ്ട് ഫാമിലി കല്യാണം, ബിക്കോസ് അവരും അങ്ങനെ എനിക്ക് വാശി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു, എനിക്ക് കല്യാണം ഒന്നും ചെയ്യേണ്ട, പെണ്ണ് കിട്ടിയാൽ പിന്നെ നോക്കാം. ഞാനും അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി, ആരെങ്കിലും കിട്ടിയല്ലേ കല്യാണം ചെയ്താൽ മതി. സോ മാരേജ് ഓൾസോ ഹാപ്പൻഡ്. ഐ ഫിനിഷ്ഡ്, ഹീ കെയിം ടു ഇന്ത്യ ബിക്കോസ് അവർ എൻ്റെ സീനിയർ ആയിരുന്നു. He finished, I came back, I worked in 2 non-profits for the last 4-5 years. It's been beautiful experience, Korea, very experiences. Especially last organization I was working in, they document സഹപീഡിയ എന്ന് പറയുന്ന ഒരു സംസ്ഥയാണ്. അത് ആക്ച്വലി ഫൗണ്ട് ചെയ്യുന്നത് ഒരു മലയാളിയാണ്. അവിടെയാണ് ആക്ച്വലി കുട്ടിയാട്ടത്തിന് യുനെസ്കോ ലെവൽ സുധാ ഗോപാലകൃഷ്ണൻ, ഷീ ഈസ് ദ വൺ ഹു ഗോട്ട് കുട്ടിയാട്ടത്തിന് യുനെസ്കോ റെക്കഗ്നിഷനൊക്കെ കിട്ടുന്ന നല്ല റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് സുധാ മാം. And it was great working, even though I was not in cinema. കൾച്ചറും ആർട്ടിലെ ഹിസ്റ്ററിയും ഉള്ള ഒരു സ്ഥലത്തിലായതുകൊണ്ട് എനിക്ക് അത്രത്തോളം അതിൻ്റെ കൂടെ ഒരു ദൂരം തോന്നിയില്ല. പിന്നെ അതിൻ്റെ കൂടെ I have been doing small like ഷെഫ് പോലെ ഒരു സിനിമ, സൈഫ് അലി ഖാൻ. So I was always in touch in Delhi. ഞാനിപ്പോൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ താമസിക്കുന്നത് കീപ് ഡൂയിങ് തിയേറ്റർ, ഡാൻസ്, ആർട്ടിൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു. ബട്ട് ആക്റ്റീവ് പബ്ലിക് ലൈഫ്, ഡൂയിങ് ഫിലിംസ് ആസ് എ ഫുൾ ടൈം പ്രൊഫഷൻ, അതിൽ നിന്ന് ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് ബ്രേക്ക് എടുത്ത ഒരു കാര്യമായിരുന്നു. തിരിച്ച് വരണോ വേണ്ടാന്ന് ആലോചിക്കുന്ന സമയത്തിലാണ് ഇത് വന്നു. ആൻഡ് somehow I also could articulate, ഞാനിപ്പോൾ സിനിമയിൽ I'm coming after a break, what do I want to do in cinema? ഒരു ഡെഫിനേഷൻ എനിക്ക് തന്നതാണ്, ഒരു പറയാൻ പറ്റുന്ന ഒരു കഴിവ് വന്നപ്പോൾ ആണ് ഈ സിനിമ വന്നത്, മറ്റ് 2-3 സിനിമകളും വന്നത്. സോ ഹോപ്പ്ഫുള്ളി ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ഇന്നിങ്സ് ബിക്കോസ് ആദ്യ പ്രാവശ്യം അറിയാതല്ല ഞാൻ സിനിമയിൽ വന്നത്, ഈ പ്രാവശ്യം അറിഞ്ഞിട്ടും നമ്മൾ ആലോചിച്ചിട്ടും വരുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ നല്ല പേടിയുണ്ട് ഇനി. You should get roles like രുക്മിണി and the other films which I have done. അങ്ങനത്തെ കഥാപാത്രം കിട്ടണം, അത് നമ്മൾ നല്ലോണം ഡെലിവറും ചെയ്യണം, അത് കറക്റ്റായിട്ട് ഓഡിയൻസിൻ്റെ കൂടെ എത്തണം. സോ എല്ലാത്തിൻ്റെ പേടിയുണ്ട്, ബട്ട് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഈ കാഴ്ചയിലെ ലക്ഷ്മി മുതൽ രുക്മിണി വരെ എത്തുമ്പോൾ ഈ ക്യാരക്ടർ സെലക്ഷൻ ഒരു എങ്ങനെയായിരുന്നു? അല്ല, ഫസ്റ്റ് you have to get films. There is no doubt. ഇൻപുട്ട് ഇല്ലാതെ, റോഷൻ പറയുന്ന പോലെ ഇൻപുട്ട് ഇല്ലാതെ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ബീൻ മൈ ലക്ക് സോ ഫാർ. ഹോപ്പ് ഇറ്റ് കണ്ടിന്യൂസ്. എന്നിട്ട് അങ്ങനത്തെ പോലെ സിനിമകൾ എനിക്ക് വന്നു in the past. Even now it continues in whatever little and big ways.
ബട്ട് വെൻ എവർ എ ഫിലിം കംസ്, ഞാൻ വെറുതെ വന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാളില്ല. സോ വൺ ഓഫ് മൈ മെയിൻ ക്രൈറ്റീരിയ ഇസ് ഞാൻ പോയി ഓഡിയൻസ് ആയിട്ട് കാണുമോ ഇല്ല, ഇത് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണോ ഇല്ല എന്നാണ് എൻ്റെ ആദ്യം ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയ. ഇപ്പോൾ ഐ ഓഫ് കോഴ്സ് വോണ്ട് ടു ഡു ക്യാരക്ടേഴ്സ് വെയർ ഐ എം നോട്ട് സേയിങ് വെൻ ഐ വോണ്ട് ടു ഡു റോൾസ് വിച്ച് ആർ വുമൻ സെൻറ്റേർഡ്. ആൻഡ് ദാറ്റ് ഡസ് നോട്ട്, എനിക്ക് രുക്മിണി നല്ലോണം ഒരു വുമൻ സെൻറ്റേർഡ് ഫിലിം തന്നെയാണ്. തെക്കൻ തള്ളു കേസ് ഒരു നല്ല എൻ്റർടൈനർ ആയാലും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫാമിലി എൻ്റർടൈനർ, ഇറ്റ്സ് എൻ എൻ്റർടൈനർ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഏജസ്. ആൻഡ് രുക്മിണി ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരുണ്ടാവും, ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്, വെറെവർ യു പ്ലേസ് ഹർ. So I feel like I want to definitely do women-centered roles, whether they are protagonists or not. Of course, protagonist ആയിട്ട് ചെയ്താൽ അതിന് ഒരു വേറെ പ്രഷേഴ്സ്, ആ പ്രഷർ ഏറ്റെടുക്കാനുള്ള ഒരു സ്പേസിലുമാണ് ഞാൻ. I mean, I'm willing to take that risk and thing, right? I mean, ideally for me is whether I'm willing to watch this as an audience. Second, പറയുന്ന കഥ, the director, the storyteller, അവരുടെ കാഴ്ച എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മീ. ബിക്കോസ് ഫൈനലി ദേ ആർ ദ വൺസ് ഹു ആർ ലിവിങ് ത്രൂ ദ സ്റ്റോറി. അവരാണ് ഇത് എഡിറ്റ് ചെയ്തിട്ട് പുറത്താക്കുന്നത്. സോ ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ആർ ടു ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ഇൻ എ ഫിലിം. നമ്മളെപ്പോഴും സിനിമയിൽ അത് സംസാരിക്കാത്ത ഒരു കാര്യമാണ്. അവർ കറക്റ്റായിട്ട് ഫിറ്റായാലേ പിന്നെ ഈ പടത്തിലെ ഫോർ ഇൻസ്റ്റൻസ് ആ കോ ആക്ടേഴ്സ് എവറിബഡി നോ ഫിറ്റ്സ് ഇൻ ടു ദാറ്റ് സ്പേസ്. സ്ട്രോങ് ആയിട്ട് സ്റ്റോറി ടെലേഴ്സും നമുക്ക് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന സിനിമകളും. And now the third criterion of it's being well-defined characters. ഇതാണ് broadly മൂന്ന് criteria. Otherwise there is, seriously, if you get a good നല്ല സ്റ്റോറി ടെല്ലർ കിട്ടിയാൽ പിന്നെ നമ്മളെ പകുതി ജോലിയാണ് അവിടെ തന്നെ നിർത്തി പോകും. We don't have to do anything, you have to just do your job well. വിമൻ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? No, I mean, like Rukmini for me is woman-centered. Vasanthi for me is woman-centered. When I say woman-centered, I think it's an important thing to address this, and we can keep evolving this definition. But does that person, especially as a storyteller, അവർ ആ കഥാപാത്രം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ പറ്റുമോ ഇല്ല, അതിൻ്റെ ന്യൂവാൻസസ് എന്നാണ്. ചിലപ്പോൾ നമ്മൾക്ക് കഥകൾ വന്ന് പറയുമ്പോൾ ഇതാണ് ഹീറോ, അങ്ങനത്തെ കഥകൾ എനിക്ക് ഇഷ്ടമില്ല. ഹീറോ ഉള്ള കഥകൾ എനിക്ക് ഇഷ്ടമില്ല. ഹീറോ ക്യാൻ ബി എ മാൻ ഓർ എ വുമൻ, ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. ആ സ്റ്റോറിയിൽ ഇപ്പോൾ ലൈക്ക് ലിറ്ററലി ഫോർ മീ തെക്കൻ തള്ളു കേസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ബിക്കോസ് രുക്മിണി, വാസന്തി, അമ്മിണി, പൊടിയൻ മാത്രമല്ല, പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനത്തെ ഒരു സ്പേസിൽ ഇവരുടെ റിലേഷൻഷിപ്പും അസോസിയേഷനിൽ ആ ഘട്ടകാലത്തിൽ ഉണ്ടായിരുന്നു. So when you start looking at a story as a story, and therefore the characters in that story, and therefore their treatment in that story, അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഒരു പടം നല്ല ഇഷ്ടപ്പെട്ട ഒരു കഥ പറയാം. ആൻഡ് ഇറ്റ്സ് നോട്ട് വുമൻ സെൻറ്റേർഡ് നെസസറിലി. എനിക്ക് ഡൈവേഴ്സ് സ്റ്റോറീസും ഇഷ്ടമാണ്. ചിലപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന കഥകളിൽ എനിക്ക് പ്രധാനമായിട്ടും ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഒരു കുഞ്ഞു ദേവം എന്നൊരു പടം, ജിയോ ബേബി അല്ലേ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാക്കിയത്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്, ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഡൈവേഴ്സ്. ഇപ്പോൾ that's the strength of a good story, that you can, നമ്മളുടെ കഥകൾ നമ്മുടെ ജീവിതത്തിൽ ദിവസം നമ്മൾ ഒരു, if you see from in your life, അമൃത നിങ്ങളുടെ ജീവിതത്തിൽ when you wake up in the morning, if you just like recap today, നിങ്ങളുടെ ജീവിതത്തിൽ you see so much diversity. ആ ഡൈവേഴ്സിറ്റി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുവാണെങ്കിൽ, to me that is an approach of a good storyteller. When that storyteller does that, ഞാനൊരു സ്ത്രീ ആയിട്ട് പോയാലോ അല്ലെങ്കിൽ ഒരു ആണായിട്ട് പോയാലും they will be able to give definition to that character. ഈ വിമൻ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ മലയാള സിനിമയിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് മിക്ക സിനിമകളും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. എല്ലാ സ്ത്രീ മുന്നേറ്റത്തിനായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സിനിമ പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാവാതെ അങ്ങനെ തന്നെ? I have no idea. എനിക്ക് അറിഞ്ഞിട്ട് I don't think കമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ടെന്ന് ഞാൻ അത് പറയാൻ പറ്റില്ല. ആക്ച്വലി they say that traditionally only 1% of the films become big hits. അപ്പോൾ നമ്മൾ 100 പടം ഉണ്ടാക്കിയാൽ അതിൽ ഒരു like this is just about 1 or 2 films that will do commercially very well. മറ്റു പടങ്ങളൊക്കെ ഒരു ബ്രേക്ക് ഈവനോ അല്ലെങ്കിൽ ബ്രേക്ക് ഈവനെ കുറച്ച് അപ്പുറത്ത് കാശുണ്ടാക്കുന്നതാണ്. അപ്പോൾ I don't think the producers, I think it's just a perspective, because you only want to see one perspective. And ആ ഡൈവേഴ്സിറ്റി നമ്മൾ ചിലപ്പോൾ മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 10 years ബാക്ക് ഈ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു മെയിൽ ആക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ക്രീനിൽ
ഡൈവേഴ്സ് മെയിൽ ആക്ടേഴ്സാണ്. അത് മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഡൈവേഴ്സ് മെയിൽ ആക്ടേഴ്സും നമ്മൾ നോക്കിയാൽ ഇറ്റ്സ് ഓൺലി ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 20 to 40, 45. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഒരു കുഞ്ഞു ദൈവം ഇസ് ആക്ച്വലി സ്റ്റോറി ഓഫ് എ സ്മോൾ ബോയ്. സോ ഐ ഫീൽ ലൈക്ക് I don't know the reasons for it, but I think especially when the times of OTT cinema, where you're seeing stories of all kinds, നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആൻഡ് ടൈംസിലാണ് നമ്മൾ. അപ്പോൾ ഈ സമയത്തിൽ നമ്മൾ ഡൈവേഴ്സിറ്റി ഒരു മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ, വെദർ ഇറ്റ് ബി നോട്ട് ജസ്റ്റ് ഇൻ ജെൻഡർ, ഒരു ഫീമെയിൽ കഥാപാത്രം മാത്രമല്ലാതെ ജെൻഡർ, ക്ലാസ്, കാസ്റ്റ്, നമ്മളുടെ ഐഡൻറ്റിറ്റീസ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന കഥകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോൾ ഉണ്ടാക്കും? ബിക്കോസ് ടുഡേ യു ഹാവ് എ വെരി വൈഡ് വ്യൂയിങ് പ്ലാറ്റ്ഫോം. അത് നമ്മളുടെ കാഴ്ചകളും മാറ്റുന്നുണ്ട് ആസ് വ്യൂവേഴ്സ്. സോ ഐ തിങ്ക് ടുഡേ ഇസ് എ ഗുഡ് ടൈം ടു ഡു ഇറ്റ്. വൈ ദേ ഡോണ്ട് ഡു ഇറ്റ്, ഐ ഡോണ്ട് നോ. ഇറ്റ്സ് എക്സ്ട്രീംലി ക്ലോസ്ഡ് വ്യൂ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അത് മാറ്റാനുള്ള ഒരു ആവശ്യമുണ്ട്. ബ്രേക്ക് എടുത്ത് പോകുന്ന സമയത്ത് ഒരു വനിതാ മുന്നേറ്റമൊക്കെ ഉണ്ടായി. ആ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ വനിതാ മുന്നേറ്റങ്ങളൊക്കെ ഈ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ വിക്ടിം, സ്കാൻഡൽ അങ്ങനത്തെ വാക്കുകളിൽ നിന്ന് സർവൈവർ, റിയൽ ഇഷ്യൂസ് അങ്ങനെ അവിടെ വന്നു. ഐ സി വേണ്ട നമ്മുടെ ഇൻഡസ്ട്രി ഇൻഫോർമൽ ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞിട്ട് പിന്നെ നൗ വി ഹാവ് സെഡ് ദാറ്റ് അവർ ഇൻഡസ്ട്രി ഹാസ് ടു ഫോളോ ദ ലോസ് ഓഫ് ദ ലാൻഡ്. ദർ ഈസ് എൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺവെർസേഷൻ ഓഫ് വൈ നമ്മളുടെ ഇടയിൽ അത്രത്തോളം വുമൻ ഫിലിം മേക്കേഴ്സ് ഇല്ല, വുമൻ ടെക്നീഷ്യൻസ് ഇല്ല. അതിൻ്റെ സംസാരമൊക്കെ തുടങ്ങിയതാണല്ലോ. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ചേഞ്ച് ഇസ് നോട്ട് ദെയർ. ദ പോയിന്റ് ഇസ് ഹൗ ഫാസ്റ്റ് ദാറ്റ് ചേഞ്ച് വിൽ ആക്ച്വലി ടേക്ക്. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. അത് പേട്രിയാർക്കിൻ്റെ ഐഡിയയിലാവട്ടെ. ഇഫ് യു സീ ഇൻ ദ US റേസിസമിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഈ വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത് അത് പെണ്ണുങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസിനാവട്ടെ വാസ് എ മേജർ ചാലഞ്ച്. നമ്മൾ വോട്ട് അടിക്കുന്നത് ഇത്ര ഒരു വലിയ ചർച്ചയുടെ കാര്യമാണ് നമ്മൾ ആലോചിക്കും. ബട്ട് ഇറ്റ് ടുക്ക് 60 years. But now when you go back, I see my black American friends having businesses of own. ഇപ്പോൾ അവരുടെ ചർച്ച വേറെയാണ്. ഈ ഫുൾ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലിൽ 100 rupees ഇട്ടണമെങ്കിൽ അതിലെന്താണ് നമ്മൾക്കുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണ്? സോ ഐ തിങ്ക് ദ കോൺവെർസേഷൻസ് ചേഞ്ച് ഓൾസോ ഓവർ ടൈം. യുനോ എൻ്റെ പബ്ലിക് പോളിസി ക്ലാസ്സിൽ അതാണ് പറഞ്ഞത് എൻ്റെ പ്രൊഫസർ. ഒരു 5-6 ക്ലാസ് കഴിഞ്ഞിട്ട്, ബിക്കോസ് നമ്മൾ വെൽഫെയറും കുറച്ച് സംസാരിക്കുന്ന ക്ലാസ്സാണ് അത്. പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു ബ്ലാക്ക് അമേരിക്കൻ ഫ്രണ്ടായിരുന്നു, ഭയങ്കര അന്ന് ഒരു റയറ്റ്സ് ഒക്കെ നടന്ന ന്യൂയോർക്കിൽ, ഭയങ്കര ഒരു ഡിജക്റ്റഡ് മൂഡിലാണ് സംസാരിച്ചത്. സോ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് us sitting here and studying this? അപ്പോൾ സാർ പറഞ്ഞു, 80 years back one of your kind could not even sit here and ask this question. So I think there is a lot of credibility for people who are speaking their truth, and there's a lot of credibility to accept that change doesn't happen immediately. അതിൻ്റെ സമയം, അതിൻ്റെ കഴിവുണ്ട്. പക്ഷേ to stick by the truth is our jobs. അതാണ് ഇരയിൽ നിന്ന് അതിജീവിത. ആ ഒരു ചേഞ്ച് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ടോ? It takes time. It doesn't happen overnight. That's what I told you. എനിക്ക് അറിഞ്ഞിട്ട് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി. സിൻസ് ദ മീ ടു മൂവ്മെൻറ്റ്, സിൻസ് WCC ഫോർമേഷൻ, വി ഹാവ് സീൻ എ ഡെഫിനറ്റ് ചേഞ്ച്. ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹൗ മച്ച് മോർ ചേഞ്ച് വി ക്യാൻ ബ്രിങ് ഇസ് സംതിങ്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫൈറ്റ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫൈറ്റ് ഇൻ ദാറ്റ് സെൻസ്, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് സ്ട്രഗിൾ ടു ഫൈൻഡ്. ചിലപ്പോൾ നിങ്ങളുടെ സത്യം ശരിയാണ്, ചില പോയിന്റ് ഓഫ് വ്യൂ വി ഡോണ്ട് ലുക്ക് at as women from their side, from other people's perspective. അപ്പോൾ when ഈ ഡിസ്കഷൻ്റെ സ്പേസിൽ ഇടയിൽ വന്നിട്ട് നമ്മളൊരു പോസിറ്റീവായിട്ട് എങ്ങനെ പ്രോഗ്രസീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൽ എത്തുന്ന ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിപ്പോകും. സോ ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓൾ ഓഫ് എ സഡൻ ലൈക്ക് ദാറ്റ്. ഈ ബ്രേക്കിന് ശേഷം വരുമ്പോഴത്തേക്ക് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? I don't think so. I mean, see, it also depends on the set which you're working in. I'm very careful about people whom I've worked with. Cinema set ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ചെയ്ത 3-4 പടങ്ങളിൽ they have been very constructive work spaces. So ഇനി കുറച്ച് ചെയ്തിട്ട് പിന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കാര്യമുള്ളൂ.